മൊത്തം ഗോൾഡിലാണ് ഉണ്ടാക്കിയിരിക്കുന്നതെന്നാണ് പറയുന്നുള്ളത്. അപ്പോൾ നമ്മൾ ഫോർട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. എന്താ പറയുക, ഒരു രക്ഷയില്ല. ആ ഒരു ഹൈറ്റിൽ സാധനം പൊക്കി വെച്ചിരിക്കുന്നത് നോക്കിയേ. ഇവിടെ വീഡിയോഗ്രാഫി അലൗഡ് അല്ല കേട്ടോ. ഗ്യാപ്പിൽ എടുക്കുകയാണ്. എൻ്റെ സ്റ്റിക്ക് അവിടെ വാങ്ങി വെച്ചു. എന്താ സംഭവം ഇത്? എന്താ ഇവിടെ ചെറിയൊരു കബറിടുണ്ട് കേട്ടോ. വീഡിയോഗ്രാഫി പ്രശ്നമൊന്നുമില്ല. അത് മറ്റേ നമ്മുടെ ഇതിൻ്റെ സ്റ്റിക്ക് ഉണ്ടായിരുന്നു, ആ സ്റ്റിക്ക് അവരവിടെ വാങ്ങി വെച്ചു. അതായത് ഇവിടെ കുറേ ആൾക്കാർ സ്റ്റിക്കിൽ വന്നിട്ട് ലോങ് വ്യൂ എടുക്കുന്നുണ്ട്, അങ്ങനെ അപകടങ്ങൾ സംഭവിക്കുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് അത് അവിടെ വാങ്ങിച്ചതാണ്. ഇതാണോ കൊട്ടാരവാതിൽ? കുട്ടനാടിന് പൂഞ്ചയില കൊച്ചുപന് കോയലാല് ഇതിൻ്റെ ഡിസൈനൊന്നും ഇതിലെത്ര ക്ലിയറിൽ കിട്ടുന്നുണ്ടെന്ന് എനിക്കറിയില്ല. പക്ഷേ ഇതിൻ്റെ ഓരോ കൊത്തുപണികളും ഇതിൻ്റെ ഓരോ ഡിസൈനും മേലെ കാണുന്നുണ്ടല്ലോ. എന്താ പറയുക, ഓരോ 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 കാര്യങ്ങളും അതിന് ഓരോ പ്രത്യേക ഷേപ്പും പ്രത്യേക അലങ്കാരവും നൽകിയിട്ടുണ്ട്. ഇവിടെ പഴയ രാജാക്കന്മാരൊക്കെ പോയിരുന്ന രഥങ്ങളും എന്താ പറയുക, അതുപോലത്തെ കുറച്ച് ഐറ്റംസാണ് ഇവിടെ. എലിഫൻറ്റിൻ്റെ ടോപ്പിൽ വെക്കുന്ന സാധനങ്ങളാണ് കേട്ടോ. ഈ പോർട്ടിലുള്ള ചിത്രപ്പണികളും മറ്റും അതിൻ്റെ മ്യൂസിയമാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നുള്ളത്. ഇവിടെ ഒരു വാളിലൊരു പെയിൻറ്റിങ് ഉണ്ട്, ഫോട്ടോ ഒക്കെ പോസ് ചെയ്യുന്നുണ്ട്. പഴയ കൊത്തുപണികളും പിന്നെ ഗ്ലാസ് മിറർ ഉണ്ടല്ലോ, അതൊക്കെ വെച്ചുണ്ടാക്കിയ ഒരു റൂമാണിത്. ഇവിടെ ഒരു ഗോൾഡൻ ടച്ചാണ്, ഗോൾഡൻ ടച്ച്. ഇതിൻ്റെ സീലിംഗ് ശ്രദ്ധിച്ചോ, ഇത് മൊത്തം ഗോൾഡിലാണ് ഉണ്ടാക്കിയിരിക്കുന്നതെന്നാണ് പറയുന്നുള്ളത്. ഇത് നോക്കിയേ, ഫൂൾ മഹൽ എന്നാണ് ഇതിനറിയപ്പെടുന്നുള്ളത്. ഫുള്ളൊരു ഗോൾഡൻ ടച്ചാണ്, ഒരു രക്ഷയില്ല കേട്ടോ. പൊളിയാണ്, പൊളി. ഇവിടെ നിന്ന് നോക്കുമ്പോൾ ജോധ്പൂരിൻ്റെ ഒരു 180 ഡിഗ്രി വ്യൂ നമുക്ക് കിട്ടും. ഇത് കാണുമ്പോൾ തോന്നുന്നത് ഉദയ്പൂർ ഒന്നുമല്ല എന്നാണ്. കാരണം അത്രയ്ക്കും വലിയൊരു നാടാണ് ഈ ജോധ്പൂർ. കണ്ണെത്താ ദൂരത്തേക്ക് ഇങ്ങനെ നീണ്ട് കിടക്കുകയാണ്. ഉദയ്പൂർ ആണെങ്കിൽ നമുക്ക് ജസ്റ്റ് ഇത് മലകൾ കാണാമായിരുന്നു അതിൻ്റെ ലാസ്റ്റ്. പക്ഷേ ഇത് കാണുന്നില്ല കേട്ടോ, കണ്ണെത്താ ദൂരത്തോളം വിശാലമാണ്.
ഇതിവിടെയുള്ളൊരു ബാൽക്കണിയാണ്, ബാൽക്കണി. ഇവിടുത്തെ ആൾക്കാരൊക്കെ ചെറിയ മനുഷ്യന്മായിരുന്നു എന്നുള്ള തെളിവാണ് ചെറിയ കസേരകളും ചെറിയ ബെഡുകളൊക്കെ. ഇതിൻ്റെ സീലിംഗ് മൊത്തം മരത്തിലാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. പിന്നെ മതിലിൽ കുറേ കൊത്തുപണികളും മറ്റു കാര്യങ്ങളൊക്കെ കാണുന്നുണ്ട്, ചിത്രങ്ങളൊക്കെ. ശരിക്കും ജോധ്പൂർ അറിയപ്പെടുന്നത് ബ്ലൂ സിറ്റി എന്നാണ്. നമുക്ക് ഈ ബ്ലൂ കാണുന്നത് ശരിക്കും ഈ ഒരു സൈഡ് മാത്രമാണ്. ബാക്കിയുള്ള സൈഡൊക്കെ ഏകദേശം മാറി. ഇപ്പോൾ കാണുന്നുള്ളത് ഈ ഒരു സൈഡ് മാത്രമാണ്. ഇതിവിടെ കുറച്ച് കാണുന്നുണ്ട്. ഓക്കെ, ഇത് ഇവിടുത്തെ ഒരു സെക്രട്ടേറിയറ്റാണ്. തലക്കെട്ടിൻ്റെ എല്ലാ വേർഷനും ഇവിടെ ഉണ്ട്, എല്ലാ സ്റ്റൈലും. അതിന് യൂസ് ചെയ്യുന്ന മെറ്റീരിയൽസ് ആണിത്. അയ്യോ, നമ്മളെ നൂറാനി. മൊത്തം പീരങ്കി കൊണ്ട് കവറാണ് ഈ കോട്ട.